നമുക്ക് കിരണിന്റെ കല്യാണിന്റെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അങ്ങനെ സരിയുവിനിട്ട് നല്ല ഇടിവെട്ട് പണി കിട്ടുവാണ് ഇന്നത്തെ ദിവസം. സരിയു ഭയങ്കര പ്രതീക്ഷയോടുകൂടി ഇങ്ങനെ സ്വപ്നം കണ്ടിരിക്കുകയാണ്. കിരണിന്റെയും സരിയുവിന്റെയും വിവാഹം ക്ഷേത്രത്തിൽ വെച്ച് അതിഗംഭീരമായിട്ട് നടക്കുവാണ്. കിരൺ സരിയുവിന്റെ കഴുത്തിൽ താലിയാർത്തി. പിന്നീട് കിരൺ സരിയുവിനോട് പറഞ്ഞു, അതെ, എന്താണെങ്കിലും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാതെ നമ്മൾ രണ്ടുപേരും ഒന്നിച്ചല്ലോ. പക്ഷെ ആളും ആരവും ഇല്ലെന്നുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ നമ്മുടെ വിവാഹത്തിനായിട്ട്. സാരമില്ല കിരണേ, ആളും ആരും ഒക്കെ ആയിട്ട് ആദ്യ വിവാഹം നമ്മുടെ ഗംഭീരമായിട്ട് നടന്നതല്ലേ. എന്നിട്ട് എന്തായി? ഒന്നിച്ച് ജീവിക്കാനുള്ള ഭാഗ്യം ഉണ്ടായില്ലോ. ഇപ്പൊ എനിക്ക് വേറൊന്നും വേണ്ട, ഇത് മാത്രം മതി. കുറെ നാളുകളായി ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാ. അങ്ങനെ നമ്മൾ രണ്ടൊരു പുതിയ ജീവിതം തുടങ്ങാൻ പോവാ. സരയു ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് കിരണിനോട് ചേർന്നിരിക്കുകയാണ്. പിന്നീട് പരസ്പരം മാലയൊക്കെ ചാർത്തുവാണ് ക്ഷേത്രത്തിൽ വെച്ച്. അപ്പൊ അതൊക്കെ സരുവിന്റെ ഓരോ ചിന്തകളായിരുന്നു. സംഭവിക്കാൻ പോകുന്ന, കല്യാണി മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ അതൊക്കെ ആയിരിക്കും. കിരൺ തന്റെ സ്വന്തമാവും, തങ്ങൾ തമ്മിൽ വിവാഹം കഴിച്ച് സുഖമായിട്ട് ജീവിക്കും. ആ സമയം സരുവിനോട് ചോദിച്ചു, മോളെ നീ എന്താ ആലോചിച്ചുകൊണ്ടിരിക്കണേ? അമ്മേ, ഞാൻ സ്വപ്നം കാണുമായിരുന്നു. സ്വപ്നമോ? അതെ, എന്റെയും കിരണിന്റെയും കല്യാണം ഞാൻ സ്വപ്നം കാണുക. മോളെ, അധികം സ്വപ്നമൊന്നും കാണണ്ട, ചിലപ്പോൾ നടക്കാതെ വന്നാലോ. ദേ, കരുനാക്ക് വളച്ചൊന്നും മിണ്ടായിരിക്കാവോ? മനുഷ്യന് സ്വപ്നം കാണാനും കൂടെ പറ്റില്ലേ? അപ്പത്തേനും ഓരോന്ന് പറഞ്ഞു തുടങ്ങിക്കോളും. അല്ല മോളെ, മെസ്സേജ് അയച്ചിട്ട് ഇതുവരെയായിട്ടും ആരും വിളിക്കാൻ പറ്റുമൊന്നും ചെയ്തില്ലല്ലോ, എന്താ? അതെ, എന്താണെങ്കിലും ഞാൻ ഇപ്പോഴങ്ങോട്ട് പോകാൻ പോകുന്നില്ല. കുറച്ച് സമയം കൂടെ കഴിയട്ടെ. കാര്യങ്ങൾക്ക് എന്തെങ്കിലും തീരുമാനമായതിനു ശേഷമേ ഞാൻ അവിടേക്ക് പോകുന്നുള്ളൂ. അല്ലെങ്കിൽ ഇപ്പൊ ചെന്നിട്ടുണ്ടെങ്കിൽ ശരിയാവത്തില്ല. ഇപ്പൊ ചെന്നിട്ടുണ്ടെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം തോന്നും. മോളെ, ചിലപ്പോ കാര്യം നടന്നു കാണുമോ, പിന്നെ നടക്കാതെ. അപ്പോഴേക്കുമാണ് കിരൺ അങ്ങോട്ടേക്ക് കടന്നു വരുന്നേ. കിരണെ കണ്ടു കഴിഞ്ഞപ്പോ സരയു പെട്ടെന്ന് ചോദിച്ചു, ആ കിരണെ, നീയോ? നീ എന്താടാ എവിടെയെന്ന് ചോദിച്ചോ. അപ്പോഴേക്കാണ് പിന്നാലെ കല്യാണിയും കൂടെ. കല്യാണിയെ കണ്ടു കഴിഞ്ഞാൽ പ്രേതത്തെ കണ്ട പോലെ സരയു ഒന്നും ഞെട്ടി. ഇവളോ? കിരൺ ചോദിച്ചു, എന്താടി നീ പെട്ടെന്ന് എന്താ ഞെട്ടിയത്? ഒന്നുമില്ല. അല്ല എന്തോ? അതൊന്നുമില്ല, വെറുതെ. എന്ത് ചെയ്യാനായിട്ടാ, വല്ലാത്തൊരവസ്ഥയായി പോയി. പെട്ടെന്ന് സരയു ചോദിച്ചു, അല്ല കല്യാണി പോയില്ലായിരുന്നു അമ്മയുടെ അടുത്ത്? അമ്മയെ കാണാൻ പോണെന്ന് പറഞ്ഞിട്ട്. പോയായിരുന്നു. ഞാൻ ആന്റിയെ കണ്ട് സംസാരിച്ചു. ആന്റി കൂടുതലൊന്നും പറഞ്ഞില്ല, നല്ലൊരു ജ്യൂസും തന്നു. ആന്റിയോട് ഞാൻ കുറെ സമയം സംസാരിച്ചിട്ടും ആന്റി ഒന്നും തുറന്നു പറയാൻ കൂട്ടാക്കിയില്ല. ആന്റിയുടെ മനസ്സിലെ വിഷമം എന്താന്ന്. ഓഹോ, അപ്പൊ തള്ള എനിക്കിട്ട് പണി തന്നതാ. ജ്യൂസ് കലക്കി കൊടുത്തു, പക്ഷെ അവൾ അതിനകത്ത് വിഷം കലക്കി കൊടുത്തില്ല. അതുകൊണ്ടാണ് ഇവളിവിടെ നിൽക്കുന്നേ. പെട്ടെന്ന് കിരൺ പറഞ്ഞു, സരയു, നീ മുമ്പ് കല്യാണി പറഞ്ഞായിരുന്നല്ലോ താരാന്റിയുടെ മനസ്സിലെ വിഷമത്തിന്റെ കാര്യം രാഹുലങ്ങൾ മരിച്ചോണ്ടാന്ന്. രാഹുലങ്ങളെ സ്നേഹിക്കുന്നോണ്ടാന്ന്. സത്യമാണോ? അത് പിന്നെ എനിക്കങ്ങനെ തോന്നി. അച്ഛൻ മരിച്ചതിന് ശേഷമുള്ള അമ്മയ്ക്ക് ഈ വിഷമമൊക്കെ ഉണ്ടാകുന്നേ, അതുകൊണ്ട്. എനിക്കങ്ങനെ തോന്നില്ല. താരാന്റി അങ്ങനെ സ്നേഹിക്കുന്ന എനിക്ക് തോന്നില്ല. അതൊന്നുമല്ല, വേറെ എന്തോ കാരണമുണ്ട് ഇതിന്റെ പിന്നില്. ആ കാരണം എന്താന്ന് അറിയണം. അല്ല, നീ ചോദിച്ചിട്ട് നിന്നോടും പറഞ്ഞില്ലേ? എന്നോടൊന്നും പറഞ്ഞില്ല കിരണേ. ഞാൻ കുറെ സമയം ചോദിച്ചു. കല്യാണി പറഞ്ഞു, എന്തോ ഒരു മാനസിക പ്രശ്നം ഉള്ള പോലെ തോന്നുന്നുണ്ട് താരാന്റിക്ക്. ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കണം. എനിക്കും തോന്നുന്നുണ്ട് കാണിക്കേണ്ട വരുമെന്ന്. പിന്നീട് ശാരിയോട് ചോദിച്ചു, എങ്ങനെയുണ്ട് ആന്റി? ആന്റിക്ക് കുറവുണ്ടോന്ന് ചോദിച്ചു. അപ്പോഴേക്ക് ശാരി പറഞ്ഞു, എങ്ങനെയെങ്കിലും ഇവിടുന്ന് പോയാൽ മതി മോനെ വീട്ടിലേക്ക്, അത് മാത്രമേ ഉള്ളൂ, ഇവിടെ കിടന്ന് മടുത്തെന്ന് പറഞ്ഞു. എങ്കിൽ സരയു, ഞങ്ങൾ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും കൂടെ അങ്ങോട്ട് ഇറങ്ങുമ്പോഴത്തേനും സരുവിന് ഭ്രാന്ത് പിടിച്ചു. സരയു ശാരിയോട് പറഞ്ഞു, കണ്ടില്ലേ, അവര് എനിക്കിട്ട് പണി തന്നു, ജ്യൂസ് കലക്കി കൊടുത്തു, നല്ല മധുരം ഇട്ട ജ്യൂസ് കലക്കി കൊടുത്തു, അല്ലാതെ അവരൊന്നും ചെയ്തില്ല. മോളെ, ഇപ്പം മനസ്സിലായല്ലോ, നിനക്ക് വേണ്ടി അവരൊന്നും ചെയ്യില്ല. നിന്റെ പെറ്റമ്മയായിരിക്കും അവര്, പക്ഷെങ്കിൽ ഈ വളർത്തമ്മ ചെയ്യുന്ന പോലെ അവര് നിനക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. എനിക്കെല്ലാം മനസ്സിലായി. ഇനി മുതൽ അവരെന്റെ അമ്മയല്ല. എന്ത് ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് അവരെ. കല്യാണിയും കിരണയും തമ്മിൽ വേർപ്പെടുത്താൻ എപ്പോൾ ശ്രമിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ അത് പരാജയപ്പെട്ടിട്ടേ ഉള്ളൂ. ശാരി പറഞ്ഞു, മോളെ, അവളെ കൊല്ലാനായിട്ട് കൊലയാളി വീട്ടിലേക്ക് കയറിയതല്ലേ, അവസാനം എനിക്കിട്ടല്ലേ പണി കിട്ടിയത്. കണ്ടില്ലേ, അവൾക്കാണ് ആയുസ് കൂടുതലാ. അങ്ങനെ പെട്ടെന്നൊന്നും വേർപ്പെടുത്താൻ സാധിക്കും തോന്നില്ല. അമ്മേ, സാധിക്കൂല്ലെന്ന് ഞാൻ നോക്കിക്കോളാം, എനിക്കറിയാം. ഇനി അവരെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. കല്യാണി എത്രയും പെട്ടെന്ന് എന്നെ ഇല്ലാതാക്കും. പിന്നെ ഞാനങ്ങ് ചെല്ലട്ടെ. എൻ്റെ താരയെന്ന് പറയുന്ന അമ്മ, അവരൊന്ന് പോയി കാണട്ടെ. എന്താ സംഭവിച്ചെന്ന് എനിക്ക് അറിയണമല്ലോ. അവരെനിക്കിട്ട് പണി തരാൻ ഒരുക്കുമെങ്കിൽ അവരെ ഞാൻ വെറുതെ വിടില്ല. അവരെ ഞാൻ കൊന്നു കളഞ്ഞിട്ടേ വരുള്ളൂ എന്നും പറഞ്ഞ് താര പോവാണ്. ശാരിക്ക് ഭയങ്കര, താരയല്ല സരയു പോവാണ്. ശാരിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. എന്ത് ചെയ്യണമെന്നറിയില്ല. ഇവിടെ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ വല്ല കൊലപാതകം ചെയ്തിട്ടുണ്ടെങ്കിൽ അകത്ത് കിടക്കും. ഒന്നുമല്ലേലും വളർത്തുമ്പോഴല്ലേ, അപ്പൊ അതിന്റെ ടെൻഷനും കാര്യങ്ങളും ഇല്ലാതിരിക്കില്ലല്ലോ. കുറച്ച് കഴിഞ്ഞപ്പോ സരയു സമനില തെറ്റിയ പോലെ വീട്ടിലേക്ക് ചെല്ലുവാണ്. അങ്ങനെ ചെന്ന് കോളിംഗ് ബെൽ അടിച്ചു.
കോളിംഗ് ബെൽ അടിച്ചിട്ട് ആരും കഥ തുറന്നില്ല. എടി താരെ, തുറക്കടി കഥ, താരയല്ലടി നീ താടകയാന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്. പക്ഷെ കഥ തുറക്കാതെ വന്നു കഴിഞ്ഞപ്പോ പതുക്കെ തള്ളി നോക്കിയപ്പോ കഥ ലോക്കാക്കിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ സരയു അകത്തേക്ക് കയറി. അകത്തേക്ക് കയറിയിട്ട് വിളിക്കുകയാണ്, എവിടെയാ നീ, ഇങ്ങോട്ടേക്ക് കയറുവാ. എവിടെ പോയി ഒളിച്ചിരുന്നാലും നിന്നെ ഞാൻ കണ്ടുപിടിക്കും. കല്യാണി ഇല്ലാതാക്കാൻ പറഞ്ഞിട്ട് നിനക്കത് പറ്റില്ലല്ലേ. എടി താടക ഇങ്ങോട്ടേക്ക് വാടി എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ചീത്ത പറയണം. ഒടുവിൽ കാണാതെ വന്നു കഴിഞ്ഞപ്പോ അകത്തേക്ക് കയറി നോക്കണം. അപ്പോഴാണ് ടേബിളിൽ ഒരു പേനയും പേപ്പറും കൂടെ ഇരിക്കുന്നുണ്ട്. പെട്ടെന്ന് അത് പോയി എടുത്തു നോക്കി. അത് താരയുടെ ഒരു കത്തായിരുന്നത്. മോളെ സരയു, എനിക്ക് കല്യാണി ഇല്ലാതാക്കാൻ പറ്റില്ല. നിന്നെപ്പോലെ തന്നെയാണ്. ഞാൻ അവളെ പ്രസവിച്ചിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അവൾക്കൊരു ആപത്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്കത് സഹിക്കാൻ പറ്റുമോ? അങ്ങനെ എന്തെങ്കിലും കടുങ്കൈ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കുന്നതിൽ അർത്ഥമില്ല. അതുകൊണ്ട് ഞാൻ എന്താണെങ്കിലും പോകുക. ഇനി ഇവിടെ ഒരു നിമിഷം പോലും ഞാൻ നിൽക്കില്ല. എനിക്ക് നിന്നെപ്പോലെ തന്നെ അവളും. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് നീ അവളെ ഉപദ്രവിക്കരുത്. ഞാനിനി ഇവിടെ ഒരു നിമിഷം പോലും നിൽക്കില്ല. നിന്റെ മുന്നിലേക്ക് പോലും വരത്തില്ല. എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു നിന്നോടൊപ്പം ജീവിക്കണമെന്ന്, എൻ്റെ മോളോടൊപ്പം കഴിയണമെന്ന്. ആ ആഗ്രഹം കഴിഞ്ഞു. മോളെ ഞാൻ കൊഞ്ചിച്ചു. അപ്പൊ അതുകൊണ്ട് എൻ്റെ ആഗ്രഹങ്ങളൊക്കെ തീർന്നു. ഇനി ഒരിക്കലും കാണാനായിട്ട് ഇടവരാതിരിക്കട്ടെ. ഞാൻ എവിടെ പോയെന്ന് അന്വേഷിക്കുകയൊന്നും വേണ്ട. എന്നെക്കുറിച്ച് ചിന്തിക്കുക പോലും വേണ്ട. അങ്ങനെ ഒരു കത്തായിരുന്നു. ആ കത്ത് വായിച്ചു കഴിഞ്ഞപ്പോഴത്തേനും സരുവിന് ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നി. സരു പോയി അവിടുത്തെ ഭിത്തിക്കിട്ട് പോയി തലയൊക്കെ ഇടിപ്പിക്കുവാണ്. തന്റെ പെറ്റമ്മ തന്നെ തോൽപ്പിച്ചു കളഞ്ഞു എന്നൊക്കെയൊരു ചിന്തയായിരുന്നു സരുവിന്റെ മനസ്സിൽ. ചിന്തിക്കാൻ പറ്റുന്നതിലപ്പുറമായിരുന്നു സരുവിനിട്ട് കിട്ടിയ പണി. ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. താര കല്യാണി ഇല്ലാതാക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന അത് നടന്നില്ല. പകരം കത്ത് എഴുതി വെച്ചിട്ട് അവർ പോയിരിക്കുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ പോയ പാട് തന്നെ ഹോസ്പിറ്റലിലേക്ക് തിരിച്ചെത്തുവാണ് സരു. അപ്പോഴേക്കും ശാരി ചോദിച്ചു, എന്തായി മോളെ, വീട്ടിൽ ചെന്നിട്ട് എന്തായി, താരയെ കണ്ടോ? ഇത് വായിച്ചു നോക്കാൻ പറഞ്ഞാൽ കത്തങ്ങോട്ട് കൊടുക്കുവാണ്. കത്ത് വായിച്ചു കഴിഞ്ഞപ്പോ ശാരി പറഞ്ഞു, അവള് പോയോ? പോയി എങ്ങോട്ടേലും പോട്ടെ. ഏതേലും അമ്പലനടയിൽ പോയി ഭിക്ഷ അയച്ചിരുന്ന് കഴിക്കാനായിരിക്കും, അല്ലെങ്കിൽ അന്നദാനം കഴിക്കാനായിരിക്കും വിചാരം. അവരെ പോലെ ഒരു തള്ള എനിക്കിനി വേണ്ട. എനിക്കിനി ഒരു അമ്മ മാത്രമേ ഉള്ളൂ, അത് നിങ്ങളാ. ശാരി പറഞ്ഞു, അല്ലെങ്കിലും മോളെ ഞാൻ ചെയ്യുന്ന പോലെ മോൾക്ക് വേണ്ടി ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുവോ? അതാ പറഞ്ഞില്ലാന്ന്. അമ്മയ്ക്കറിയാലോ, ഞാൻ കുഞ്ഞുനാളിന് മുതൽ ആഗ്രഹിച്ച കിരണ്ണെ. എനിക്ക് കിരണ്ണെ കിട്ടിയില്ല. അതിന്റെ ഇടയ്ക്കിലേക്ക് അവള് കയറി വന്നേ. പാല് കൊണ്ടേ കൊടുത്തു. ക്യാൻറ്റീനിൽ കയറി ഒടുവില് അവള് കിരണിന്റെ ജീവിതത്തിലേക്കും വന്നു. അന്നൊക്കെ എനിക്ക് എത്രമാത്രം വിഷമം ഉണ്ടായിരുന്നറിയാവോ. പിന്നീട് അവളെന്റെ ജീവിതം തട്ടിത്തെറിപ്പിച്ചത്. മോളെ നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ ഞാൻ എന്ത് ചെയ്യണം? അവളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പെറ്റമ്മയ്ക്ക് കൊട്ടേഷൻ കൊടുത്തിട്ട് അവര് പോലും അത് ചെയ്യാതെ അവര് പോയി. അവരെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല പോലും. മോളെ അവളെ അത്ര പെട്ടെന്നൊന്നും തീർക്കാൻ പറ്റില്ല. മോൾക്കറിയാലോ, ഞാൻ അവളെ തീർക്കാൻ ശ്രമിച്ച സമയത്തല്ലേ എനിക്കിട്ട് കുത്തേറ്റത്. അതൊക്കെ ശരി തന്നെയായിരിക്കും. പക്ഷേ ഇനി അവളുടെ അന്ത്യം കണ്ട ഞാൻ മടങ്ങത്തുള്ളൂ. കിരണും എനിക്കൊരു ജീവിതം വേണം. അതിനു വേണ്ടിയിട്ട് അവളും മരിക്കണം. അത് ഏത് വിധേനയാണെങ്കിലും ശരി. ഒരു കാരണവശാൽ അവളിനി ജീവിച്ചിരിക്കാൻ പാടില്ല. എൻ്റെ അച്ഛനെന്ന് പറയുന്ന ദുഷ്ടൻ കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പ്രസവിച്ച് കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ പെറ്റമ്മയിൽ നിന്ന് അടർത്തി അമ്മ എടുത്ത് കൊണ്ടുവന്ന് കിടത്തിയില്ലേ. അതുപോലത്തെ ദുഷ്ടത്തരങ്ങളൊക്കെ എൻ്റെ അച്ഛൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു അച്ഛൻ്റെ മോളാ ഞാൻ. എനിക്കിത് വെറുതെ വിടാൻ പറ്റില്ല. ഞാനൊരു കാര്യം തീരുമാനിച്ച തന്നെയാ. ഉറപ്പായിട്ടും അവളെ ഞാൻ തീർക്കും. അവളെ തീർത്തു കഴിഞ്ഞാലും എനിക്ക് വിശ്രമമുള്ളൂ എന്നൊക്കെ പറഞ്ഞ് സരു ദേഷ്യപ്പെട്ട് ഇറങ്ങി പോവുക. അപ്പൊ അതിന്റെ കഥകളൊക്കെ എന്ന് കാണുന്നേ. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.